Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. Once there was a man named George who lived in a town. Once, പണ്ടൊരിക്കൽ there was a man, ഒരു പുരുഷനുണ്ടായിരുന്നു, നെയ്മഡ്, പേരുള്ള, ജോർജ് എന്നു പേരുള്ള ഒരു പുരുഷൻ പണ്ടൊരിക്കൽ ഉണ്ടായിരുന്നു. ഹു, അദ്ദേഹം, ലിവ്ഡ് ഇൻ എ ടൗൺ, അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു പട്ടണത്തിലായിരുന്നു. ഹി ലിവ്ഡ് വിത്ത് ഹിസ് വൈഫ്, അദ്ദേഹം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കൂടെയായിരുന്നു. കാതറിൻ എന്നാണ് ഭാര്യയുടെ പേര്. ആൻഡ് ദെയർ 2 സൺസ്, അവരുടെ 2 ആൺമക്കളുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും കൂടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹാരി വാസ് നോട്ട് ഹിസ് സൺ, ഹാരി അദ്ദേഹത്തിൻ്റെ മകനായിരുന്നില്ല. ജോർജ് മാരീഡ് കാതറിൻ വെൻ ഹാരി വാസ് ജസ്റ്റ് 2 years ഓൾഡ്. ജോർജ് മാരീഡ് കാതറിൻ, ജോർജ് കാതറിനെ വിവാഹം കഴിച്ചു. വെൻ ഹാരി വാസ് ജസ്റ്റ് 2 years ഓൾഡ്, ഹാരിക്ക് വെറും 2 വയസ്സ് പ്രായമുള്ള സമയത്താണ് ജോർജ് കാതറിനെ വിവാഹം കഴിച്ചത്. വെൻ എന്നാൽ ആ സമയത്ത്, ഹാരിക്ക് വെറും 2 വയസ്സ് പ്രായമുള്ളപ്പോൾ. നൗ, ഇപ്പോൾ, ഹാരി വാസ് 10 ആൻഡ് ഇൻ ഗ്രേഡ് 5. ഇപ്പോൾ ഹാരിക്ക് 10 വയസ്സാണ് പ്രായം, അവൻ 5ാം തരത്തിലാണ് പഠിക്കുന്നത്. ആർതർ, അദ്ദേഹത്തിൻ്റെ, ജോർജിൻ്റെ സ്വന്തം മകനായിട്ടുള്ള ആർതർ, ഹിസ് ഓൺലി സൺ, അദ്ദേഹത്തിൻ്റെ ഏകമകൻ, വാസ് ഇൻ ഗ്രേഡ് 4. അദ്ദേഹത്തിൻ്റെ ഏകമകനായിട്ടുള്ള ആർതർ 4ാം തരത്തിലായിരുന്നു ആ സമയത്ത് പഠിച്ചിരുന്നത്. ജോർജ് ലുക്ക്ഡ് ആഫ്റ്റർ ബോത്ത് ബോയ്സ്. ലുക്ക് ആഫ്റ്റർ എന്നാൽ പരിചരിക്കുക എന്നുള്ള അർത്ഥമാണ്. ബോത്ത് ബോയ്സ് എന്നാൽ 2 ആൺകുട്ടികളെയും. ജോർജ് 2 ആൺകുട്ടികളെയും പരിചരിച്ചിരുന്നു. ഹി ഗേവ് ദം ഫുഡ് ആൻഡ് ക്ലോത്ത്സ് ആൻഡ് സെൻഡ് ദം ടു സ്കൂൾ. ഹി ഗേവ് ദം ഫുഡ്, അദ്ദേഹം, ജോർജ്, അവർക്ക് ഭക്ഷണം നൽകിയിരുന്നു. ആൻഡ് ക്ലോത്ത്സ്, വസ്ത്രങ്ങളും നൽകിയിരുന്നു. ആൻഡ് സെൻഡ് ദം ടു സ്കൂൾ, അവരെ സ്കൂളിലേക്കും അദ്ദേഹം, ജോർജ്, അയച്ചിരുന്നു, അവർക്ക് ഭക്ഷണങ്ങൾ നൽകിയിരുന്നു. 2 ആൺകുട്ടികളെയും ജോർജ് പരിചരിച്ചിരുന്നു. ബട്ട് നോ മാറ്റർ ഹൗ ഹാർഡ് ഹി ട്രൈഡ്, ഹി കുഡൻറ്റ് ഫീൽ ലവ് ഫോർ ഹാരി. പക്ഷേ, നോ മാറ്റർ ഹൗ ഹാർഡ് ഹി ട്രൈഡ്, അദ്ദേഹം എത്രമാത്രം കഷ്ടിച്ച് പരിശ്രമിച്ചു എന്നിട്ടും അങ്ങനെയൊക്കെയാണെങ്കിലും, ഹി കുഡൻറ്റ് ഫീൽ ലവ് ഫോർ ഹരി, പക്ഷേ അദ്ദേഹത്തിന് ഹരിയോട് അദ്ദേഹത്തിന് സ്നേഹം തോന്നിയില്ല. അദ്ദേഹത്തിന് സ്നേഹം തോന്നാൻ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് സാധിച്ചില്ല. ഹി ലവ്ഡ് ആർതർ മോർ, അദ്ദേഹത്തിൻ്റെ സ്വന്തം മകനായിട്ടുള്ള ആർതറിനെ കൂടുതൽ സ്നേഹിച്ചിരുന്നു. ഹാരി നെവർ ഫെൽറ്റ് ദ ഡിഫറൻസ് ഇൻ ഹിസ് ഹാർട്ട്, ഹാരിക്ക് അവൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും ആ വ്യത്യാസം തോന്നിയില്ല. ആ സ്നേഹമില്ലാത്ത, ആ സ്നേഹം കാണിക്കുന്ന വ്യത്യാസം അവന് ഒരിക്കലും തോന്നിയില്ല. ഹി ഓൾവേസ് സോ ജോർജ് ആസ് ഹിസ് ഡാഡ്. ഹി ഓൾവേസ് സോ ജോർജ്, അവൻ എപ്പോഴും, ഹാരി എപ്പോഴും അവൻ്റെ അച്ഛനായിട്ടുള്ള, രണ്ടാനച്ഛനായിട്ടുള്ള ഈ ജോർജിനെ കണ്ടിരുന്നത് ആസ് ഹിസ് ഡാഡ്, അവൻ്റെ അച്ഛനായിട്ടാണ്. അച്ഛനെപ്പോലെയായിരുന്നു അവൻ എപ്പോഴും കണ്ടിരുന്നത്. ഹി ലവ്ഡ് ഹിം ഡീപ്ലി എന്നാൽ അഗാധമായി. അവൻ അഗാധമായി, ആഴത്തിൽ അദ്ദേഹത്തെ, ജോർജിനെ സ്നേഹിച്ചിരുന്നു. ബട്ട് ഇറ്റ് ഹേർട്ട് ഹിം വെൻ ഹി സോ ജോർജ് ഷോവിങ് മോർ ലവ് ടു ആർതർ. എന്നാൽ ഇറ്റ് ഹേർട്ട് ഹിം, അവനെ അത് വേദനിപ്പിച്ചിരുന്നു. വെൻ ഹി സോ, അവൻ കാണുന്ന സമയത്ത്, ജോർജ് ഷോവിങ് മോർ ലവ് ടു ആർതർ, ജോർജ് ആർതറിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന സമയത്ത്. എന്നാൽ ജോർജ് ആർതറിനോട് കൂടുതൽ സ്നേഹം കാണിക്കുന്ന സമയത്ത് അവന് വേദനിച്ചിരുന്നു, അവന് ഹൃദയം വേദനിച്ചിരുന്നു. കാതറിൻ സോ ദിസ് ആൻഡ് ട്രൈ ടു മേക്ക് ഹാരി ഹാപ്പി. കാതറിൻ സോ ദിസ്, കാതറിൻ ഇത് കണ്ടു. ആൻഡ് ട്രൈ ടു മേക്ക് ഹാരി ഹാപ്പി, അങ്ങനെ കാതറിൻ ഇത് കണ്ട് ഹാരിയെ സന്തോഷവാനാക്കാൻ ശ്രമിച്ചു. ട്രൈ ടു മേക്ക് ഹാരി ഹാപ്പി എന്നാൽ ഹാരിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. ഷീ ഡിഡ് ഹെർ ബെസ്റ്റ്, അവൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി അവൾ
ചെയ്തു. ബട്ട് ഇറ്റ് വാസ് നെവർ ഇനഫ്. പക്ഷെ അത് ഒരിക്കലും വേണ്ടത്ര ഉണ്ടായിരുന്നില്ല, അതിന് സാധിച്ചില്ല. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, ദേ വേർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഹാവിങ് എന്നാൽ ഇവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ദേ വേർ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം രാവിലെ അവർ പ്രഭാത ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആർതർ മെയ്ഡ് എ ഫേസ് ആൻഡ് പുഷ്ഡ് ഹിസ് പ്ലേറ്റ് അവേ. മേക്ക് എ ഫേസ് എന്നാൽ അർത്ഥം മുഖം വിരപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. സാധാരണയായിട്ട് വികാരങ്ങൾ പ്രകടിപ്പിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കോപം, അതല്ലെങ്കിൽ എന്തെങ്കിലും അമ്പരപ്പ്, തമാശ, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മുഖം വിരപ്പിക്കുക, ഇതാണ് അർത്ഥം. ആർതർ മെയ്ഡ് എ ഫേസ്. ആർതർ അവൻ്റെ മുഖം വിരപ്പിച്ചു. ആൻഡ് പുഷ്ഡ് ഹിസ് പ്ലേറ്റ് അവേ. എന്നിട്ട് അവൻ്റെ പ്ലേറ്റ്, ഭക്ഷണം കഴിക്കുന്ന പാത്രം അവൻ തള്ളി. ഐ ഡോണ്ട് വാണ്ട് എഗ്സ്. എനിക്ക് മുട്ടകൾ വേണ്ട. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് മിൽക്ക് ഈതർ. ഈതർ എന്നുള്ളത് അമേരിക്കൻ പ്രൊനൗൺസിയേഷനാണ്. ഐതർ എന്നാണ് ഇന്ത്യൻ ബ്രിട്ടീഷ് പ്രൊനൗൺസിയേഷൻ. പാലും കുടിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് മിൽക്ക് ഈതർ. പാലും കുടിക്കാൻ എനിക്ക് തോന്നുന്നില്ല, മുട്ടകളും എനിക്ക് വേണ്ട. ജോർജ് ലുക്ക്ഡ് അറ്റ് ഹിം ആൻഡ് ചക്കിൾഡ്. ചക്കിൾ എന്നാൽ അടക്കി ചിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ശബ്ദമുണ്ടാക്കാതെ ചിരിക്കുക. ജോർജ് അവനെ നോക്കിക്കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ചിരിച്ചു. നോ എഗ്സ് ടുഡേ ഹി സെഡ്. അദ്ദേഹം പറഞ്ഞു. പിക്കിംഗ് അപ്പ് ദ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഒരു ഗ്ലാസ് പാൽ എടുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. കമോൺ ചാമ്പ്. ചാമ്പ് എന്നതിന് ഇവിടെ അർത്ഥം ചാമ്പ്യൻ എന്നുള്ള അർത്ഥമാണ്. വിജയി, ഇതൊക്കെയാണ് അർത്ഥം. ഇവിടെ ചാമ്പ് എന്നുള്ളത് സ്നേഹത്തോടെ വിളിക്കുകയാണ്. കമോൺ ചാമ്പ്, വരൂ. ജസ്റ്റ് എ ഫ്യൂ സിപ്സ്. കുറച്ച് മാത്രം കുടിക്കൂ. ഫോർ മീ, എനിക്കു വേണ്ടി. ഹിസ് വോയിസ് വാസ് സോഫ്റ്റ് ആൻഡ് ഫുൾ ഓഫ് കെയർ. അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ സ്നേഹം നിറഞ്ഞതും വളരെ മയമുള്ളതുമായിരുന്നു. ആർതർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ ഗ്ലാസ് ഫ്രം ഹിസ് ഡാഡ്. ആർതർ സ്മൈൽഡ് ആൻഡ് ടുക്ക് ദ ഗ്ലാസ്. ആർതർ പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗ്ലാസ് എടുത്തു. ഫ്രം ഹിസ് ഡാഡ്, അവൻ്റെ അച്ഛൻ്റെ അടുക്കൽ നിന്നും അവൻ പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗ്ലാസ് എടുത്തു. ഓക്കെ, കുടിക്കാം. ഓൺലി ബിക്കോസ് യു സെഡ് സോ. അത് കുടിക്കാനുള്ള ഏക കാരണം നിങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അതുകൊണ്ട് ഞാൻ കുടിക്കാം. ആർതർ പുഞ്ചിരിച്ചുകൊണ്ട് ആ ഗ്ലാസ് അച്ഛൻ്റെ അടുക്കൽ നിന്നും എടുത്തു. ഹാരി സാറ്റ് ഓൺ ദി അതർ സൈഡ്. ഹാരി മറ്റേ വശത്ത് ഇരുന്നു. വാച്ചിങ് എവ്രിതിങ്. എല്ലാം നിരീക്ഷിച്ചുകൊണ്ട് അവൻ മറ്റേ സൈഡിൽ ഇരുന്നു. ഹിസ് ഹാൻഡ്സ് വെർ സ്റ്റിൽ. അവൻ്റെ കൈകൾ നിശ്ചലമായിരുന്നു. ആൻഡ് ഹിസ് സ്പൂൺ റെസ്റ്റഡ് ഇൻ ഹിസ് ബോൾ. ബോൾ എന്നാൽ ഇവിടെ കോപ്പ എന്നുള്ള അർത്ഥമാണ്, പാത്രം. അവൻ്റെ സ്പൂൺ ആ കോപ്പയിൽ കിടന്നു, അനങ്ങാതെ കിടന്നു. അവൻ്റെ കൈകൾ നിശ്ചലമായിരുന്നു. സ്ലോലി, സാവധാനത്തിൽ, പതുക്കെ. ഹിസ് സ്മൈൽ ഫെയ്ഡഡ്. ഫെയ്ഡ് എന്നാൽ മങ്ങുക എന്നുള്ള അർത്ഥമാണ്, കുറയുക, മങ്ങിപ്പോകുക, അവൻ വാടിപ്പോകുക, ഇതൊക്കെയാണ് അർത്ഥം. സാവധാനത്തിൽ അവൻ്റെ പുഞ്ചിരി വാടിപ്പോയി. ഹി ലുക്ക് ഡൗൺ. അവൻ താഴോട്ട് നോക്കി. ട്രൈങ് ടു ഹൈഡ് ഹിസ് ഫേസ്. അവൻ അവൻ്റെ മുഖം ഒളിപ്പിക്കാൻ ശ്രമിച്ചു. ഹൈഡ് എന്നാൽ ഒളിപ്പിക്കുക. അവൻ താഴോട്ട് നോക്കിക്കൊണ്ട് അവൻ അവൻ്റെ മുഖം ഒളിപ്പിക്കാൻ ശ്രമിച്ചു. കാതറിൻ സോ ദ ചേഞ്ച് ഇൻ ഹിം. കാതറിൻ അവൻ്റെ മാറ്റം കണ്ടു. സോ എന്ന് വെച്ചാൽ കണ്ടു. കാതറിൻ സോ ദ ചേഞ്ച് ഇൻ ഹിം. അവനിൽ ഉണ്ടായ ആ മാറ്റം കാതറിൻ കണ്ടു. ഹെർ ഹാർട്ട് സാങ്ക്. അവൾക്ക് ദുഃഖം തോന്നി എന്നുള്ള അർത്ഥമാണ്. ഹെർ ഹാർട്ട് സാങ്ക്. ഷീ വോക്ക്ഡ് ഓവർ ടു ഹിം. അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഹോൾഡിങ് എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ഒരു ഗ്ലാസ് പാൽ പിടിച്ചുകൊണ്ട് അവൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. ഹാരി, ഷീ സെഡ് കൈൻഡ്ലി. അനുകമ്പയോടെ അവൾ പറഞ്ഞു. പ്ലേസിങ് ഇറ്റ് ഫ്രണ്ട് ഓഫ് ഹിം. ഒരു ഗ്ലാസ് പാല് അത് അവൻ്റെ മുമ്പിൽ വച്ചുകൊണ്ട് അനുകമ്പയോടെ അവൾ പറഞ്ഞു. ഹാവ് സം മിൽക്ക്. കുറച്ച് പാൽ കുടിക്കൂ. സ്വീറ്റ് ഹാർട്ട്. സ്വീറ്റ് ഹാർട്ട് എന്നത് അത് സ്നേഹിച്ച് വിളിക്കുകയാണ്. സ്വീറ്റ് ഹാർട്ട്, അവനെ സ്നേഹത്തോടെ സ്വീറ്റ് ഹാർട്ട് എന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അമ്മ
അവനോട് പറഞ്ഞു ആ പാലിൻ്റെ ഗ്ലാസ് അവൻ്റെ മുമ്പിൽ വെച്ച് കുറച്ച് പാൽ കുടിക്കൂ. ഹാരി നോഡഡ് വിത്തൗട്ട് ലുക്കിംഗ് അപ്പ്. മുകളിലേക്ക് നോക്കാതെ ഹാരി തലയാട്ടി. ഹീ ടുക്ക് ദ ഗ്ലാസ് ഇൻ സൈലൻസ്. അവൻ മൗനത്തോടുകൂടി ആ ഗ്ലാസ് എടുത്തു. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്, പ്രഭാത ഭക്ഷണത്തിന് ശേഷം, ദേ ഗോട്ട് റെഡി ആൻഡ് ലെഫ്റ്റ് ഫോർ സ്കൂൾ. അവർ റെഡിയായി, അവർ തയ്യാറായി സ്കൂളിലേക്ക് പോയി. വൺ സാറ്റർഡേ നൈറ്റ്, ഒരു ദിവസം ശനിയാഴ്ച രാത്രി, ജോർജ് ചോദിച്ചു, സോ വേർ ഷുഡ് വി ഗോ ടുമോറോ? നാളെ നമ്മൾ എവിടേക്ക് പോകണം? ജോർജ് ഒരു ദിവസം ശനിയാഴ്ച രാത്രി ചോദിച്ചു. ഹാരി സ്പോക്ക് ഫാസ്റ്റ്. ഹാരി വേഗത്തിൽ സംസാരിച്ചു. ഡാഡ്, പ്ലീസ് ടേക്ക് മീ ടു ദ മ്യൂസിയം. എന്നെ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോകൂ. ആർതർ ഐസ് ലിറ്റ് അപ്പ്. ആർതറിൻ്റെ കണ്ണുകൾ പ്രകാശിച്ചു. ഐ വാണ്ട് ടു ഗോ ടു ദ സൂ. സൂ എന്നാൽ മൃഗശാല. എനിക്ക് മൃഗശാലയിലേക്ക് പോകണം. ഹി സെഡ് എക്സൈറ്റഡ്ലി. ആവേശഭരിതനായിക്കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് മൃഗശാലയിലേക്ക് പോകണം. ജോർജ് ലാഫ്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ആർതർ. ജോർജ് ചിരിച്ചു. ആൻഡ് ലുക്ക്ഡ് അറ്റ് ആർതർ. ജോർജ് ചിരിച്ചുകൊണ്ട് ആർതറിനെ നോക്കി. ഓൾ റൈറ്റ്, ശരി. വി വിൽ ഗോ ടു ദ സൂ. നമ്മൾ മൃഗശാലയിലേക്ക് പോകും. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു. ദെൻ ഹി ലുക്ക്ഡ് അറ്റ് ഹാരി ആൻഡ് ആഡഡ്. ശേഷം അദ്ദേഹം ഹാരിയെ നോക്കിക്കൊണ്ട് ചേർത്തു പറഞ്ഞു, വി വിൽ ഗോ ടു ദ മ്യൂസിയം അനദർ ടൈം. നമ്മൾ മ്യൂസിയത്തിലേക്ക് മറ്റൊരു സമയം നമ്മൾ മ്യൂസിയത്തിലേക്ക് പോകും. ഹാരീസ് ഐസ് ഫിൽഡ് വിത്ത് ടീയേഴ്സ്. ഹാരിയുടെ കണ്ണുകൾ കണ്ണുനീരുകൾ കൊണ്ട് നിറഞ്ഞു. ബട്ട് ഹി ഹിഡ് ദം ആൻഡ് സ്മൈൽഡ് ബെയർലി. എന്നാൽ ഹി ഹിഡ്, അവൻ ഒളിപ്പിച്ചു, ദം അവകൾ, ആ കണ്ണുനീരുകൾ അവൻ ഒളിപ്പിച്ചു. ആൻഡ് സ്മൈൽഡ് ബെയർലി എന്നാൽ പ്രയാസത്തോടെ കഷ്ടിച്ച് അവൻ്റെ ആ കണ്ണുനീരുകൾ ഒളിപ്പിച്ചു. അവൻ പുഞ്ചിരിച്ചു. ഓക്കെ ഡാഡ്, ഹി സെഡ്, അവൻ പറഞ്ഞു. ദെൻ വെൻ ടു ഹിസ് റൂം. അവൻ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവൻ്റെ റൂമിലേക്ക് പോയി. കാതറിൻ സോ ദിസ് ആൻഡ് സൈഡ് ക്വയറ്റ്ലി. സൈഡ് എന്നാൽ നെടുവീർപ്പിട്ടു എന്നുള്ള അർത്ഥമാണ്. കാതറിൻ സോ ദിസ് ആൻഡ് സൈഡ് ക്വയറ്റ്ലി എന്നാൽ മിണ്ടാതെ ശാന്തമായിക്കൊണ്ട് കാതറിൻ നെടുവീർപ്പിട്ടു. കാതറിൻ ഇത് കണ്ടു. ജോർജ് വാസ് ഗെറ്റിംഗ് ഇൻ ടു ബെഡ്. ജോർജ് ഉറങ്ങാൻ പോകുകയായിരുന്നു. ജോർജ് ബെഡിലേക്ക് പോകുകയായിരുന്നു. ഹി പുൾ ദ ബ്ലാങ്കറ്റ് ഓവർ ആൻഡ് ലേ ഡൗൺ. ലേ ഡൗൺ എന്നാൽ കിടന്നു എന്നുള്ള അർത്ഥം. ഹി പുൾ ദ ബ്ലാങ്കറ്റ്. ജോർജ് ആ ബ്ലാങ്കറ്റ് വലിച്ചെടുത്ത് അദ്ദേഹം ബ്ലാങ്കറ്റ് കൊണ്ട് പുതച്ച് അദ്ദേഹം കിടന്നു. കാതറിൻ ലേ ബിസൈഡ് ഹിം. ബിസൈഡ് എന്നാൽ അരികെ. കാതറിൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് കിടന്നു. ജോർജിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഐ തിങ്ക് ഹാരി ഫെൽറ്റ് ഹാർട്ട് ടുഡേ. എനിക്ക് തോന്നുന്നത് ഹാരി ഫെൽറ്റ് ഹാർട്ട് ടുഡേ. ഇന്ന് ഹാരിക്ക് വേദനിച്ചു, അവന് ഹൃദയം വേദനിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവന് വിഷമം അനുഭവപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ജോർജ് ആസ്ക്ഡ്. അത് കേട്ടപ്പോൾ ജോർജ് ചോദിച്ചു, വൈ, എന്തുകൊണ്ട്? യു ഗേവ് ഓൾ യുവർ അറ്റൻഷൻ ടു ആർതർ. നിങ്ങളുടെ എല്ലാ ശ്രദ്ധയും എല്ലാ പരിചരണവും നൽകുന്നത് ആർതറിനാണ്. ഷീ സെഡ് ജെന്റ്ലി. വളരെ സൗമ്യതയോടെ അവൾ പറഞ്ഞു. ഹാരി നോട്ടീസ്ഡ്. അത് ഹാരി ശ്രദ്ധിച്ചിട്ടുണ്ട്. ജോർജ് ലെറ്റ് ഔട്ട് എ സ്ലോ ബ്രത്ത്. ജോർജ് മന്ദഗതിയിൽ ഒരു ശ്വാസം വിട്ടു. കാതറിൻ, ഐ ഹാവ് ലുക്ക്ഡ് ആഫ്റ്റർ ഹിം സിൻസ് ഹി വാസ് സ്മോൾ. ഞാൻ അവനെ പരിചരിച്ചിട്ടുണ്ട്. സിൻസ് ഹി വാസ് സ്മോൾ. അവൻ ചെറുതായത് മുതൽ തൊട്ട്, അവൻ കുഞ്ഞായത് മുതൽ തൊട്ട് ഞാൻ അവനെ പരിചരിച്ചിട്ടുണ്ട്. ബട്ട് ഹീ ഈസ് നോട്ട് മൈ ഓൺ. പക്ഷേ അവൻ എൻ്റെ സ്വന്തമല്ല. ഐ ട്രൈ. ഞാൻ ശ്രമിക്കുന്നു. ബട്ട് ഐ ജസ്റ്റ് കാൺട്ട് ഫീൽ ദാറ്റ് ലവ്. എന്നാൽ എനിക്ക് അവനോട് സ്നേഹം തോന്നുന്നില്ല. ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ എനിക്ക് സ്നേഹം അവനോട് വേണ്ടത്ര തോന്നുന്നില്ല. ദെൻ ഹീ ടേൺ ഹിസ് ഫേസ് ദി അതർ സൈഡ്. ശേഷം, അത് പറഞ്ഞതിന് ശേഷം, ഹീ ടേൺ ഹിസ് ഫേസ്, അദ്ദേഹത്തിൻ്റെ മുഖം തിരിച്ചു. ദി അതർ സൈഡ്, മറ്റേ വശത്തേക്ക് മുഖം തിരിച്ചു.
കാതറിൻ സ്റ്റേഡ് ക്വയറ്റ്. കാതറിൻ മൗനം പാലിച്ചു നിന്നു. ഹെർ ഹാർട്ട് ഹെവി. അവൾക്ക് ദുഃഖം അനുഭവപ്പെട്ടു. ഹാർട്ട് ഹെവി എന്നാൽ ദുഃഖം അനുഭവപ്പെടുക എന്നുള്ള അർത്ഥമാണ്. വൺ ഈവനിങ്. ഒരു ദിവസം വൈകുന്നേരം. ജോർജ് വെൻ്റ് ഔട്ട് ടു ബൈ ഗ്രോസറീസ് വിത്ത് ഹരി. ജോർജ് വെൻ്റ് ഔട്ട്. ജോർജ് പുറത്തേക്ക് പോയി. ടു ബൈ വാങ്ങാൻ വേണ്ടി. ഗ്രോസറീസ് എന്നാൽ പലചരക്ക് വസ്തുക്കൾ. വിത്ത് ഹരി ഹരിയുടെ കൂടെ. ഒരു ദിവസം വൈകുന്നേരം ജോർജ് ഹരിയുടെ കൂടെ പലചരക്ക് വസ്തുക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് പോയി. ദേ വേർ വാക്കിംഗ് അലോങ് ദ റോഡ്. അവർ റോഡിൻ്റെ സൈഡിലൂടെ അവർ നടന്നു പോകുകയായിരുന്നു. ബാഗ്സ് ഇൻ ഹാൻഡ്. കയ്യിൽ ബാഗുകളുണ്ട്. വെൻ എ കാർ സഡൻലി കെയിം സ്പീഡിങ് ടുവേർഡ് ദം ഫ്രം ദ റോങ് സൈഡ്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ എ കാർ സഡൻലി കെയിം സ്പീഡിങ് ടുവേർഡ് ദം ഫ്രം ദ റോങ് സൈഡ്. തെറ്റായ ദിശയിൽ നിന്നും പെട്ടെന്ന് ഒരു കാർ അവർക്ക് നേർക്ക് വന്നു. ടുവേർഡ് ദം എന്നാൽ അവർക്ക് നേർക്ക്. ഡാഡ്. ഹാരി ഷൗട്ടഡ്. ഹാരി ഉച്ചത്തിൽ വിളിച്ചു. അച്ഛാ. ഹി പുഷ്ഡ് ജോർജ് ഔട്ട് ഓഫ് ദ വേ. ഹി പുഷ്ഡ് അവൻ തള്ളി മാറ്റി. ജോർജ് ഔട്ട് ഓഫ് ദ വേ ആ വഴിയിൽ നിന്നും, ആ കാർ വരുന്ന വഴിയിൽ നിന്നും ഹാരി ജോർജിനെ പിടിച്ചു മാറ്റി, ജോർജിനെ തള്ളി മാറ്റി. ദ കാർ ഹിറ്റ് ഹാരി ആൻഡ് ഡ്രോവ് ഓഫ്. ഡ്രോവ് ഓഫ് എന്നാൽ ഇവിടെ വണ്ടി ഓടിച്ചു പോയി എന്നുള്ള അർത്ഥമാണ്. ഹിറ്റ് എന്നാൽ ഇടിച്ചു. ആ കാർ ഹാരിയെ ഓടിച്ചു പോയി. ആ കാറ് ഇടിച്ചിട്ട് ഓടിച്ചു പോയി. ഹാരി. ജോർജ് ക്രൈഡ്. ജോർജ് ഹാരിയെ അലറിക്കൊണ്ട് വിളിച്ചു. റണ്ണിങ് ടു ഹിം അവൻ്റെ അടുത്തേക്ക് ഓടുന്നു. ഹി പിക്ഡ് ഹിം അപ്പ് ആൻഡ് റഷ്ഡ് ഹിം ടു ദ ഹോസ്പിറ്റൽ. ഹി പിക്ഡ് ഹിം അപ്പ് അദ്ദേഹം അവനെ ഉയർത്തി. ആൻഡ് റഷ്ഡ് ഹിം ടു ദ ഹോസ്പിറ്റൽ എന്നിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവനെ എടുത്തുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവേഴ്സ് ലേറ്റർ. മണിക്കൂറുകൾക്ക് ശേഷം. ഹാരി ഓപ്പൺ ഹിസ് ഐസ്. ഹാരി അവൻ്റെ കണ്ണുകൾ തുറന്നു. ജോർജ് വാസ് സിറ്റിംഗ് ബിസൈഡ് ഹിം. ജോർജ് അവൻ്റെ അരികെ ഇരിക്കുകയായിരുന്നു. ഹിസ് ഐസ് ഫുൾ ഓഫ് ടീയേഴ്സ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ മുഴുവൻ കണ്ണുനീരുകൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈ ഡിഡ് യു സേവ് മീ? ഹി ആസ്ക്ഡ്. അദ്ദേഹം ചോദിച്ചു. വൈ ഡിഡ് യു സേവ് മീ? നീ എന്തുകൊണ്ടാണ് എന്നെ രക്ഷപ്പെടുത്തിയത്? ഹാരി സ്മൈൽഡ് വീക്ക്ലി. വീക്ക്ലി എന്നാൽ ദുർബലമായിക്കൊണ്ട് എന്നുള്ള അർത്ഥം. ഹാരി ദുർബലമായിക്കൊണ്ട് ക്ഷീണത്തോടെ പുഞ്ചിരിച്ചു. ബിക്കോസ് യു ആർ മൈ ഡാഡ്. കാരണം നിങ്ങൾ എൻ്റെ അച്ഛനാണ്, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുത്തിയത്. ഹാരി ക്ഷീണത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ജോർജ് ഹഗ്ഡ് ഹിം ടൈറ്റ്. ജോർജ് അവനെ ശക്തമായിട്ട് കെട്ടിപ്പിടിച്ചു. ഐ ലവ് യു ഹാരി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. യു ആർ മൈ സൺ. നീ എൻ്റെ മകനാണ്. ഐ ആം സോറി ഫോർ എവറിത്തിങ്. എനിക്ക് എല്ലാത്തിനും മാപ്പ്. ഹാരി ഹെൽഡ് ഹിസ് ഹാൻഡ്. ഹാരി അവൻ്റെ കൈ പിടിച്ചു. നോ നീഡ് ടു സേ സോറി. സോറി പറയേണ്ടതിൻ്റെ ആവശ്യമില്ല. മാപ്പ് പറയേണ്ടതില്ല. ജോർജ് സ്മൈൽഡ് ആൻഡ് ഹെൽഡ് ഹാരീസ് ഹാൻഡ് ടൈറ്റ്. ജോർജ് സ്മൈൽഡ്. ജോർജ് പുഞ്ചിരിച്ചു. ആൻഡ് ഹെൽഡ് എന്നിട്ട് പിടിച്ചു. ഹാരീസ് ഹാൻഡ് ടൈറ്റ്. ഹാരിയുടെ കൈ ശക്തിയിൽ ജോർജ് പിടിച്ചു. എന്നിട്ട് പുഞ്ചിരിച്ചു. മോറൽ ഗുണപാഠം. ഈ കഥയിൽ നിന്നും പഠിക്കാനുള്ള പാഠം. ലവ് ഈസ് നോട്ട് ജസ്റ്റ് ബൈ ബ്ലഡ്, ഇറ്റ്സ് ഫെൽറ്റ് ബൈ ദ ഹാർട്ട്. ലവ് ഈസ് നോട്ട് ജസ്റ്റ് ബൈ ബ്ലഡ്. സ്നേഹം ഉണ്ടാകുന്നത് കേവലം രക്തബന്ധത്തിലൂടെ മാത്രമല്ല സ്നേഹം ഉണ്ടാകുന്നത്. ഇറ്റ്സ് ഫെൽറ്റ് ബൈ ഹാർട്ട്. ഇത് ഹൃദയം കൊണ്ട് തോന്നുന്നതാണ്. സ്നേഹം എന്നുള്ളത് ഹൃദയം കൊണ്ട് തോന്നുന്നതാണ്. അത് വെറും രക്തബന്ധം മാത്രം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ഇതാണ് ഈ കഥയിൽ നിന്ന് പഠിക്കാനുള്ള പാഠം.